പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് പേജിൽ ദൈവവചനം ചിന്തിക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നുകൊണ്ടാണല്ലോ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല മനോഹരമായ സമയത്തിനായി സ്തോത്രം. വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ ഈ ഫേസ്ബുക്ക് പേജിൽ കർത്താവെ ദൈവവചനം ചിന്തിക്കുവാൻ ദൈവം ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ഈ മിനിസ്ട്രിയുടെ ഫൗണ്ടർ ചെയർമാനായിരിക്കുന്ന തോമസ് അങ്കിളിനെ കുടുംബമായി ഓർക്കുന്നു. ദൈവം സഹായിക്കണം. മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കണം. ഭാരത്തോടെ പ്രയാസത്തോടെ ആരെങ്കിലും വചനം കേൾക്കുന്നെങ്കിൽ പിതാവേ, അങ്ങയുടെ വചനത്താൽ അവരെ സൗഖ്യമാക്കണം, സമാധാനം നൽകി വിടുവിക്കണം, അനുഗ്രഹിക്കണം എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൂടിയിരിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ കേൾക്കണമേ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം സമയം വാഴ്ത്തപ്പെടട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുവേശുവിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷമാണല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. 28-ാമത്തെ വാക്യത്തിൽ ജനം യേശുവിനോട് ചോദിക്കുകയാണ്. അവർ അവനോട്, ദൈവത്തിന് ഹിതകരമായി ഞങ്ങൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ എന്താണ് എന്ന് ചോദിച്ചു. ദൈവത്തിന് ഹിതകരമായ, ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി എന്താണെന്ന് ജനം കർത്താവിനോട് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറയുകയാണ്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവം അയച്ച യേശുവിൽ വിശ്വസിക്കുന്നതാകുന്നു. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. കർത്താവ് എന്ത് ചെയ്തു? ഈ ലോകത്തിലേക്ക് വന്നു. ഈ ലോകത്തിലേക്ക് വന്ന് 33.5 വയസ്സോളം ഈ ലോകത്തിൽ ജീവിച്ചു. രോഗികളെ സൗഖ്യമാക്കി, ഭൂതം ബാധിച്ചവരെ അതിൽ നിന്ന് വിടുവിച്ചു, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അനേക രോഗികളെ സൗഖ്യമാക്കി, മുടന്തനെ സൗഖ്യമാക്കി. അങ്ങനെ കർത്താവ് തൻ്റെ പ്രവൃത്തി ചെയ്തു. ഈ പ്രവൃത്തി ചെയ്തിട്ടൊന്നും യഹൂദന്മാർക്ക് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ വിചാരിച്ചത്, അവർ ഗണിച്ചത്, പിതാവിൽ നിന്ന് തങ്ങളെ അകറ്റിക്കളയുന്നവനാണ് യേശു എന്നാണ് യഹൂദന്മാർ വിശ്വസിച്ചിരിക്കുന്നത്. യഹൂദന്മാർ ഇന്നും പുതിയ നിയമം വായിക്കാറില്ല, കൈകൊണ്ടുപോലും തൊടാറില്ലെന്നാണ് പറയുന്നത്. അത് ഏറ്റവും നികൃഷ്ടവും നിന്ദ്യവുമായ പുസ്തകമെന്നാണ് യഹൂദന്മാർ പറയുന്നത്. എന്നാൽ യഹൂദന്മാരുടെ ഇടയിൽ അനേക വ്യക്തികൾ വിശ്വാസികളായി മാറിയിട്ടുണ്ട്. അങ്ങനെ കർത്താവ് പറയുകയാണ്,
യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇന്ന് ലോകം നാമധേയ ക്രിസ്തീയ സമൂഹം എന്ത് ചെയ്യുകയാണ്? പെസഹ വ്യാഴം ആഘോഷിക്കുകയാണ്. പെസഹ എന്താണ്? പെസഹയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ്. മിസ്രൈം അടിമത്തത്തിൽ നിന്നും ഇസ്രായേലിനെ ദൈവം വിടുവിക്കുന്ന ആ സമയം കുഞ്ഞാടിനെ അറുത്ത് പെസഹ ഭക്ഷിച്ച്, പുളിപ്പില്ലാത്ത അപ്പവും പെസഹ ഭക്ഷിച്ച് അനന്തരം അവർ മിസ്രൈമ്യ രാജ്യത്തു നിന്ന് പുറപ്പെട്ടു പോരുന്ന പുറപ്പാടിൻ്റെ അനുഭവമാണ് പെസഹ എന്ന് പറയുന്നത്. പെസഹ അതൊരു നിഴലാണ്. യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ നിഴലാണ് പെസഹ. യേശു ക്രിസ്തു പെസഹ കുഞ്ഞാടെന്ന് 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ നിഴലായിരുന്നു പഴയ നിയമത്തിലെ പെസഹ എന്ന് പറയുന്ന ആ കാര്യം. അപ്പോൾ പെസഹ മൂലം ഇസ്രായേലിന് എന്തൊക്കെയാണ് ലഭിച്ചത്? അടിമത്തത്തിൽ നിന്ന് ഒരു വിടുതൽ, സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി, വാഗ്ദത്ത കനാൻ ദേശത്തേക്കുള്ള ഒരു പാത, അടിമ നുകത്തിൽ നിന്നുള്ള വിടുതൽ, അങ്ങനെ നിരവധിയായ ആശ്വാസത്തിൻ്റെയും വിടുതലിൻ്റെയും സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ദൈവിക സാന്നിധ്യത്തിൻ്റെയും ദൈവിക വിടുതലിൻ്റെയും ഒരനുഭവമായിരുന്നു പെസഹ എന്ന് പറയുന്നത്. ഫറവോന്റെ അടിമത്തത്തിൽ നിന്നുള്ള വിടുതൽ ആ പെസഹ മുഖാന്തരം ഇസ്രായേലിന് ലഭിക്കുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവാകുന്ന കുഞ്ഞാട് എന്തിനു വേണ്ടിയാണ് പരമയാഗമായി തീർന്നത്? മനുഷ്യവർഗത്തിൻ്റെ വിടുതലിന് വേണ്ടിയായിരുന്നു. മനുഷ്യവർഗത്തിൻ്റെ വിടുതൽ, 1 2 വ്യക്തികളുടെ വിടുതലല്ല, ഒരു സമൂഹത്തിൻ്റെ മാത്രം വിടുതലുമല്ല, മറിച്ച് മനുഷ്യവർഗത്തിൻ്റെ വിടുതൽ. 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തെ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ മാവ് ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുകയും നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അപ്പോൾ നമ്മുടെ പെസഹ കുഞ്ഞാട് എന്ത് ചെയ്തു? അറുക്കപ്പെട്ടിരിക്കുന്നു. അതാരാണ്? ക്രിസ്തു തന്നെ. അപ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്താൽ, ദൈവത്തിൻ്റെ പെസഹ കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ മരണത്താൽ നമുക്ക് ലഭ്യമായത് എന്താണ്? പാപ വിമോചനം, ശാപ വിമോചനം, രോഗ സൗഖ്യം, സ്വർഗരാജ്യ പ്രവേശനം. ഇസ്രായേലിനും ഇതെല്ലാം ലഭിച്ചു. ഇസ്രായേൽ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന്, ആ അടിമ നുകത്തിൽ നിന്നും ഇസ്രായേലിനെ വിടുവിക്കുവാൻ എന്തായിത്തീർന്നു? പെസഹ കാരണമായി. പെസഹ ഭക്ഷിച്ചനന്തരമാണ് ഇസ്രായേൽ എന്ത് ചെയ്തത്? ആ മിസ്രൈം അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് വരുന്നത്. നമുക്കറിയാം, ഫറവോന്റെ മിസ്രൈമ്യ ജനത്തിൻ്റെ സകല കടിഞ്ഞൂലുകളും എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. അല്ലെങ്കിൽ സംഹാരദൂതൻ എന്ത് ചെയ്തു? ആ രാത്രിയിൽ മിസ്രൈം കുടുംബങ്ങളിൽ, ഭവനങ്ങളിൽ എന്ത് ചെയ്തു? പ്രവേശിച്ചു. രക്തം അടയാളം ഇല്ലാത്ത സകല വീടുകളിലും
സകല ഭവനങ്ങളിലും ആര് കയറി? സംഹാരകൻ കയറി. എന്നാൽ ഇസ്രായേലിൻ്റെ ഭവനങ്ങളിലോ അവർ കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തമെടുത്ത് കട്ടിളപ്പടിമേലും കുറും പടിമേലും പുരട്ടിയതുകൊണ്ട് രക്തം അടയാളം ആ ഭവനത്തിൽ കണ്ടതുകൊണ്ട് സംഹാരദൂതൻ എന്തു ചെയ്തില്ല? ആ ഭവനത്തിൽ പ്രവേശിച്ചില്ല. എന്നാൽ രക്തം അടയാളമില്ലാത്ത സകല മിസ്രൈമിൻ്റെ ഭവനത്തിലും സംഹാരകൻ കയറി. അപ്പോൾ അവിടെ ഒരു വിടുതൽ നടന്നത് ആ കുഞ്ഞാടിൻ്റെ യാഗവും കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തമെടുത്ത് ആ ഭവനത്തിൻ്റെ കട്ടിളക്കാലിൽ പുരട്ടിയപ്പോൾ രക്തം അടയാളം കണ്ട് സംഹാരകൻ മാറിപ്പോയി. അങ്ങനെ അവർക്ക് ജീവൻ എന്തു ചെയ്തു? ലഭിക്കുവാനിടയായി തീർന്നു. എന്നാൽ മിസ്രയീം കുടുംബങ്ങളിൽ സകലരുടെയും ആദ്യജാതന്മാരെന്ത് ചെയ്തു? തകർക്കപ്പെട്ടു. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ് യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ പെസഹ നമ്മളെ വിളിച്ചറിയിക്കുന്നത് മിസ്രയീമിൻ്റെ വിടുതലാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ കനാൻ ദേശത്തേക്കുള്ള ആ പ്രവേശനത്തിനുള്ള വഴി തുറക്കുകയായിരുന്നു. സകല അടിമ നുകത്തിൽ നിന്നുള്ള വിടുതലായിരുന്നു, സമ്പന്നതയിലേക്കുള്ള ഒരു മാർഗമായിരുന്നു. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതും പാപത്തിൻ്റെ ആ അടിമ നുകത്തിൽ നിന്നും നമ്മെ വിടുവിക്കാനാണ്, സ്വാതന്ത്ര്യം തരാൻ വേണ്ടിയാണ്, നിത്യജീവൻ തരാൻ വേണ്ടിയാണ്. സ്വർഗരാജ്യത്തിലേക്ക് ഇസ്രായേലിന് ഭൗതിക കാനാനാണെങ്കിൽ ആമേൻ, പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച നമുക്ക് ലഭിക്കുന്നത് സ്വർഗീയമായ കനാനാണ്. ആ സ്വർഗീയമായ കനാൻ യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്താൽ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നു. പാപമോചനം പ്രാപിച്ചു. അങ്ങനെ പെസഹ എന്തു ചെയ്തു? ഇസ്രായേലിന് വിടുതലും നമുക്ക് പാപവിമോചനവുമായി തീർന്നു. യേശുവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അപ്പോൾ ക്രിസ്തു എന്തിനാണ് അറുക്കപ്പെട്ടത്? സകല മാനവ ജാതിയുടെയും പാപത്തെ ചുമന്ന് ഒഴിക്കുവാൻ വേണ്ടി, ചുമന്ന് മാറ്റുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി മരിച്ചു. ഈ രാത്രിയിൽ എന്നെ ആരെങ്കിലും കേൾക്കുന്നു, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, യേശു ക്രിസ്തു മരിച്ചത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല. യേശു ക്രിസ്തു മരിച്ചത് മുഴുലോകത്തിനും വേണ്ടിയാണ്. അവൻ പെസഹ നാളിൽ മരിച്ചു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇവിടെ ലോകം ഇന്ന് പെസഹ ആചരിക്കുന്നു. എന്നാൽ ബൈബിൾ പറയുന്നത് യേശുക്രിസ്തു മരിച്ചത് പെസഹ വ്യാഴാഴ്ചയാണ്. ലോകം പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു പെസഹ കഴിച്ചത് വ്യാഴാഴ്ചയാണ്, വെള്ളിയാഴ്ചയാണ് യേശുക്രിസ്തുവിനെ ക്രൂശിലേറ്റിയത് എന്നാണ് ലോകം പഠിപ്പിക്കുന്നത്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് എന്താണ്? ബൈബിൾ പഠിപ്പിക്കുന്നത് യേശു കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത, അല്ലെങ്കിൽ യേശു ക്രിസ്തു മരിച്ചത് എന്നാണെന്നറിയാമോ? പെസഹ ദിനത്തിൽ. കാരണം എന്താണ്? പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടത് പെസഹ ദിനത്തിലായിരുന്നു. അതുകൊണ്ട് പെസഹ കുഞ്ഞാട് അറുക്കപ്പെടേണ്ടത് പെസഹ ദിവസമാണ്, വെള്ളിയാഴ്ചയല്ല, ശനിയാഴ്ചയല്ല, ബുധനാഴ്ചയല്ല. പിന്നെ പെസഹ ദിവസം അറുക്കപ്പെടണം. അതാണ് കർത്താവിൻ്റെ നീതി എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 28-ാമത്തെ വാക്യത്തെ ഇങ്ങനെ വായിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ പീലാത്തോസിൻ്റെ മുൻപിൽ കൊണ്ടുവരികയാണ്. ആദ്യമേ കയ്യഫാവിൻ്റെ ആൾക്കാർ യേശുവിനെ പിടിച്ചുകൊണ്ടുവന്ന് കയ്യഫാവിൻ്റെ അടുക്കലും ഹന്നാവിൻ്റെ അടുക്കലും കൊണ്ടുവന്ന് രാത്രി മുഴുവനും യേശുവിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട്
പുലർച്ചയ്ക്ക് എന്ത് ചെയ്തു? പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യോഹന്നാൻ 18:28 വാക്യം ഇങ്ങനെ വായിക്കുന്നു: പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യഫാവിന്റെ അടുക്കൽ നിന്ന് ന്യായാസന മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി. തങ്ങൾ അശുദ്ധമാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിന് ന്യായാസന മണ്ഡപത്തിൽ കടന്നില്ല. അപ്പോൾ യഹൂദന്മാരെല്ലാം എന്ത് ചെയ്തു? യേശുവിനെ ക്രൂശിക്കുവാൻ പുരോഹിതന്മാർക്ക് അനുവാദമില്ല, അല്ലെങ്കിൽ അവകാശമില്ല, അവർക്ക് കഴിയത്തില്ല. രാജാവ് എന്ത് ചെയ്യണം? അവനെ മരണശിക്ഷ വിധിക്കണം. അതുകൊണ്ട് യേശുവിനെ എന്ത് ചെയ്യുകയാണ്? പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവരിക. എപ്പോൾ? പുലർച്ചയ്ക്ക്. തലേ ദിവസം രാത്രിയിൽ യേശുവും ശിഷ്യന്മാരും പെസഹ ഭക്ഷിച്ചു. അതിനുശേഷം അവർ കെദ്രോൻ തോട്ടിലേക്ക് കടന്നുപോയി. ഗെത്സമന തോട്ടത്തിലായിരിക്കുമ്പോൾ യേശു പ്രാർത്ഥിക്കും, നമ്മൾ അവിടെ കാണുന്നു. പ്രാർത്ഥിച്ച അനന്തരം എന്ത് ചെയ്യുന്നു? യേശു പറയുന്നു, എന്നെ പിടിക്കുവാൻ വരുന്നവരുടെ കാൽ സമീപമായിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? അങ്ങനെ നിൽക്കുമ്പോഴാണ് യൂദ എന്ത് ചെയ്യുന്നത്? യൂദായും പടയാളികളും മഹാപുരോഹിതന്മാരെ ചേകവരൊക്കെ വന്ന് എന്ത് ചെയ്യുന്ന? യേശുവിനെ പിടിക്കുന്നത്. പിടിച്ചു കൊണ്ടുപോയത് ആദ്യം എവിടെയാണെന്നറിയാമോ? കയ്യഫാവിൻ്റെയും ഹന്നാവിൻ്റെയും മഹാപുരോഹിതന്മാരുടെ അടുക്കലാണ്. അവർ രാത്രി മുഴുവനും യേശുവിനെ വിസ്തരിച്ചു. പുലർച്ചയ്ക്ക് പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ അവിടെ പറയുകയാണ്, പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യഫാവിന്റെ അടുക്കൽ നിന്ന് ന്യായാസന മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി. തങ്ങൾ അശുദ്ധമാക്കാതെ പെസഹ ഭക്ഷിക്കേണ്ടതിന് ന്യായാസന മണ്ഡപത്തിൽ കടന്നില്ല. അപ്പോൾ യഹൂദന്മാരെന്ത് ചെയ്തു? അവനെ കൊണ്ടുവന്നു. പക്ഷെ കൂട്ടത്തിൽ വന്ന യഹൂദന്മാരെന്ത് ചെയ്തില്ല? ന്യായാസന മണ്ഡപത്തിൽ കടന്നില്ല. ന്യായാസന മണ്ഡപത്തിൽ കടന്ന് അശുദ്ധി ഭവിക്കാതിരിക്കാൻ. എന്തിന്? തങ്ങൾ അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിന് ന്യായാസന മണ്ഡപത്തിൽ കടന്നില്ല. അപ്പോൾ യഹൂദന്മാര് പെസഹ ആയില്ല. തങ്ങൾ അശുദ്ധി കൂടാതെ പെസഹ ഭക്ഷിക്കേണ്ടതിന് ന്യായാസന മണ്ഡപത്തിൽ കടന്നില്ല. അങ്ങനെയാണെങ്കിൽ യേശു ശിഷ്യന്മാരും പെസഹ കഴിക്കുകയും യഹൂദന്മാർ പെസഹ ഭക്ഷിക്കുകയും ചെയ്തില്ല. കാരണം എന്താണ്? പെസഹ ദിവസം കുഞ്ഞാട് അറുക്കപ്പെടണം. അത് കഴിഞ്ഞോ അതിനുശേഷമോ കുഞ്ഞാട് അറുക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് പെസഹ ദിവസമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തത്? അറുക്കപ്പെട്ടത്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. അതിൻ്റെ 19-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അപ്പോൾ പെസഹയുടെ ഒരുക്കനാൾ ഏകദേശം രാവിലെ 6 മണിയായിരുന്നു. അവൻ യഹൂദന്മാരോട്, ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. പീലാത്തോസ് പറയുകയാണ്, അപ്പോൾ പെസഹയുടെ ഒരുക്കനാൾ ഏകദേശം രാവിലെ 6 മണിയായിരുന്നു. അപ്പോൾ അന്നായിരുന്നു പെസഹ നാൾ, അന്നായിരുന്നു പെസഹയുടെ ഒരുക്കനാൾ. അന്ന് വൈകുന്നേരമാണ് പെസഹ കുഞ്ഞാടുകളെ അറുക്കുന്നത്. പെസഹ കുഞ്ഞാടുകളെ അറുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? മരിച്ചു. നമ്മൾ വായിക്കുന്നല്ലോ, മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. മത്തായി സുവിശേഷം അതിൻ്റെ 27-ാമത്തെ അധ്യായത്തിൽ വായിക്കുകയാണ്. യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് ഉണ്ടായ സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നു. 27:45. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. അപ്പോൾ യേശുവിനെ എപ്പോഴാണ് ക്രൂശിച്ചത്? ഏകദേശം ഉച്ച സമയം 12 മണിയോടടുത്ത സമയത്താണ് യേശുവിനെ ക്രൂശിച്ചത്. പെസഹ വ്യാഴാഴ്ച, പെസഹ ദിവസം യേശുവിനെ ക്രൂശിച്ചത് ഏകദേശം 12 മണി മുതലാണ്. 12 മണിക്കാണ്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. യേശു 3 മണിയായപ്പോൾ, ഏകദേശം 3 മണിയായപ്പോഴാണ് അവൻ പ്രാണനെ വിട്ടത്. ഏകദേശം 3 മണി നേരത്തെ യേശു ഏലി ഏലി ലമ്മാ ശബക്താനി എന്നുറക്ക നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥം. അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നുവെന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുവൻ ഓടി
ഒരു സ്പോഞ്ച് എടുത്തു കുളിച്ച വീഞ്ഞിൽ മുക്കി ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിക്കാൻ കൊടുത്തു. ശേഷമുള്ളവർ നിൽക്ക, ഏലിയാവ് അവനെ രക്ഷിക്കാൻ വരുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു, പ്രാണനെ വിട്ടു. യേശു പ്രാണനെ വിട്ടു. ഏകദേശം 3 മണി സമയത്ത് യേശു എന്ത് ചെയ്തു? പ്രാണനെ വിട്ടു എന്നാണ് വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു എന്നാ മരിച്ചത്? യേശു മരിച്ചത് ദുഃഖവെള്ളിയല്ല, യേശു മരിച്ചത് പെസഹ വ്യാഴം. കാരണം എന്താണ്? അത് ദൈവത്തിൻ്റെ നീതിയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. യേശു ആകുന്ന കുഞ്ഞാട് മരിക്കേണ്ടത് പെസഹ വ്യാഴാഴ്ചയാണ്, പെസഹ ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് പെസഹ ദിവസം മരിച്ചു. ഇവിടെ ലോകം ആഘോഷിക്കുന്നത് യേശു വ്യാഴാഴ്ച അല്ലെങ്കിൽ പെസഹ ആചരിച്ചു. അതിനുശേഷം വെള്ളിയാഴ്ചയാണ് യേശുവിനെ ക്രൂശിച്ചതെന്നാണ് ലോകം പറയുന്നത്. എന്നാൽ വേദപുസ്തകം പറയുന്നതും എല്ലാവരും പഠിപ്പിക്കുന്നതും കത്തോലിക്കരുടെ പഠിപ്പീരനുസരിച്ച് പെന്തക്കോസുകാരും പറയുന്നത് യേശു വെള്ളിയാഴ്ച മരിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ വ്യക്തമായി യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നു, യേശു പെസഹ ദിവസമാണ് മരിച്ചത്. യേശു പെസഹ ദിവസമാണ് മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാണ് യേശു മരിച്ചത്? മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ്. അതുകൊണ്ട് കൂടെ പെസഹ ആചരിക്കാനല്ല കർത്താവ് പറയുന്നത്, അവനിൽ അയച്ചവനിൽ വിശ്വസിക്കണം. യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിനെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. റോമർ 12:2, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഈ ലോകത്തിന് എന്ത് ചെയ്യരുത്? അനുരൂപരാകരുത്. ഈ ലോകത്തിന് അനുരൂപരാകരുത്. നന്മയും പ്രസാദവും, ദൈവത്തിൻ്റെ പ്രസാദം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രസാദം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കണം. നമ്മുടെ മനസ്സ് എന്ത് ചെയ്യണം? പുതുക്കണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മുടെ മനസ്സെന്നും എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ പുതുക്കുവാനിടയായി തീരണം. എങ്ങനെയാ ദൈവസന്നിധിയിൽ മനസ്സ് പുതുക്കുന്നത്? ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ഒരു പുതിയ വ്യക്തിയായി തീരുമ്പോൾ, ദൈവസന്നിധി സമർപ്പിക്കുമ്പോഴാണ് നമുക്കൊരു പുതിയ വ്യക്തിയായി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാനും കഴിയുന്നത്. അതുകൊണ്ട് ദിനംതോറും നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? മാനസാന്തരം ഉണ്ടായിരിക്കണം. ദിനംതോറും മാനസാന്തരം ഉണ്ടായിരിക്കണമെന്ന് പറയുമ്പോൾ അത് എപ്പോഴാണ് ആ ദിനംതോറുമുള്ള മാനസാന്തരം ഉണ്ടാകേണ്ടത്? ഒരു പകൽ നാം ജീവിച്ചു, ഒരു പകൽ നമ്മൾ നടന്നു, പ്രവർത്തിച്ചു, ജോലി ചെയ്തു, ഒക്കെ ചെയ്തു. അനേക തെറ്റുകളും കുറ്റങ്ങളും കുറവുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും. എന്നാൽ രാത്രിയാകുമ്പോൾ, രാത്രിയുടെ യാമത്തിൽ നാം എന്ത് ചെയ്യുന്നു? വിശ്രമിക്കുവാനായി പോകുന്നു. ആ വിശ്രമിക്കുവാനായി പോകുമ്പോൾ, ഉറങ്ങുവാനായി പോകുമ്പോൾ ദൈവസന്നിധിയിൽ മുഴങ്കാലുമടക്കി ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? സകല തെറ്റുകുറ്റങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് എന്ത് ചെയ്യണം? ഉപേക്ഷിച്ച് നിരപ്പ് പ്രാപിച്ച് അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി നല്ലൊരു പുതുക്കത്തിൻ്റെ ഒരനുഭവം ജീവിതത്തിൽ വരുത്തി നല്ലൊരു മനസ്സിൻ്റെ ഉടമയായി. എല്ലാവരും പാപം ചെയ്യും, ആരും പാപം ചെയ്യാതെ വിശുദ്ധന്മാരൊന്നുമല്ല. എല്ലാവരും സംബന്ധിച്ച്, രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ചാണ് പറയുന്നത്. എന്നെയും നിങ്ങളെയും സംബന്ധിച്ചാണ് പറയുന്നത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം?
പരിശോധിക്കണം. പരിശോധിച്ചു നോക്കി തെറ്റ് കണ്ടാൽ എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അതുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാതെ പെസഹ ഭക്ഷിച്ചത് കൊണ്ടോ, പെസഹ ആചരിച്ചത് കൊണ്ടോ, ദുഃഖവെള്ളിയാഴ്ച കയ്പുനീര് കുടിച്ചത് കൊണ്ടോ, മല കയറിയത് കൊണ്ടോ, ഈസ്റ്റർ ദിനത്തിൽ യേശുവിൻ്റെ രൂപം ഉയർത്തിയത് കൊണ്ടോ ഒന്നും നാം എന്ത് ചെയ്യുന്നില്ല, എവിടെയും എത്തുന്നില്ല. പാപം മോചിക്കപ്പെടുന്നില്ല, സൗഖ്യവും സമാധാനവും ലഭിക്കുന്നില്ല, സന്തോഷം ലഭിക്കുന്നില്ല. ഒരാചാരമായി അതങ്ങ് ചെയ്യുകയല്ലാതെ നമുക്ക് ഒരു സ്വസ്ഥതയോ സമാധാനമോ ലഭിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയും സമാധാനവും സന്തോഷവും നിത്യജീവനും ലഭിക്കണമെങ്കിൽ നമുക്ക് വേണ്ടി മരിച്ച ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഒരു ദൈവ പൈതലായി ജീവിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ യേശു ക്രിസ്തു ആ യാഗമായി തീർന്ന നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതിൻ്റെ പരിപൂർണമായിരിക്കുന്ന ആ നന്മ ആ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും എങ്കിൽ മാത്രമേ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യത്തുള്ളൂ, അത് പ്രയോജനകരമായി തീരത്തുള്ളൂ. ഇല്ല എങ്കിൽ നാം പെസഹ ഭക്ഷിച്ചതുകൊണ്ടോ, ആചരിച്ചതുകൊണ്ടോ, മല കയറിയതുകൊണ്ടോ, കയ്പുനീര് കുടിച്ചതുകൊണ്ടോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യത്തില്ല, സ്വർഗരാജ്യപ്രവേശനത്തിനോ പാപമോചനത്തിനോ ഇത് കാരണമാകുന്നില്ല. പാപമോചനത്തിന് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പുസ്തകം പറയുമ്പോൾ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ഏറ്റുപറഞ്ഞ് എന്ത് ചെയ്യണം, ശുദ്ധീകരണം പ്രാപിക്കുവാനിടയായിത്തീരണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പാപമോചനം ലഭിക്കുന്നത്. അല്ലാതെ മലകൾ കയറിയാൽ നമുക്ക് എന്ത് ലഭിക്കത്തില്ല, പാപമോചനം ലഭിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പാപമോചനത്തിന് ഒരൊറ്റ മാർഗം വിശ്വാസമാർഗമാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം. അത് സകല മനുഷ്യനും, അത് ആമേൻ, ഏത് ജാതിയിൽപ്പെട്ടതായാലും ഏത് മതത്തിൽപ്പെട്ടയാളാണെങ്കിലും പാപമോചനത്തിന് ഒരൊറ്റ മാർഗമേയുള്ളൂ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിന്റെ യാഗമരണത്തെ ജീവിതത്തിൽ ഏറ്റെടുക്കുക. അത് മാത്രമേയുള്ളൂ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം. അപ്പോൾ ആമേൻ, ദൈവത്തിന് പ്രസാദം വരുന്ന പ്രവൃത്തി എന്താണ്? റോമാലേഖനം 12:2 പറയുന്നു, ഈ ലോകത്തിന് അനുരൂപനാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. കൊലോസ്യ ലേഖനം 1:10, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും അപ്പോസ്തലനായ പൗലോസ് എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവ് നമ്മോട് പ്രസാദിക്കുവാൻ, പൂർണ്ണ പ്രസാദത്തിനായി, പകുതി പ്രസാദമല്ല, കർത്താവിൻ്റെ പൂർണ്ണ പ്രസാദത്തിനായി എന്ത് ചെയ്യണം, കർത്താവിന് യോഗ്യമാകും വണ്ണം നടക്കണം. കർത്താവിന് യോഗ്യമാകും വണ്ണം നടക്കണം. കുരിശുള്ള മാല കഴുത്തിലിട്ടിട്ട് എങ്ങനെയെങ്കിലും നടന്നാൽ പോരാ. അല്ലെങ്കിൽ തടി കൊണ്ടുള്ള കുരിശെടുത്തിട്ട് ദുഃഖവെള്ളിയാഴ്ച കുരിശുമെടുത്ത് നടന്നാൽ മാത്രം പോരാ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, മര്യാദക്കാരനായി ജീവിക്കണം. ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അപ്പോൾ യേശുവിൻ്റെ ഇഷ്ടത്തിൻ്റെ
പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. യേശുവിൻ്റെ ഇഷ്ടം എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മുടെ ശുദ്ധീകരണം. അവൾ അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും അപ്പോസ്തലനായ പൗലോസ്ലീഹ എന്ത് ചെയ്യുക? ആഗ്രഹിക്കുകയാ. അപ്പോൾ യോഹന്നാൻ സുവിശേഷത്തിൽ 6-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതാകുന്നു എന്നുത്തരം പറഞ്ഞു. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, കേട്ടിട്ടുണ്ട്, പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു രക്ഷയുടെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് ഈ സമയം കർത്താവായ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കാമോ? പാപത്തിൻ്റെ വഴികൾ വിട്ടുകളയാമോ? ദൈവവൈദ്യരായി ജീവിക്കാമോ? എങ്കിൽ ദൈവത്തിൻ്റെ പൂർണ്ണപ്രസാദം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയും യേശുക്രിസ്തുവിൻ്റെ മരണം മൂലം നമുക്ക് സ്വർഗരാജ്യ പ്രവേശനവും നിത്യജീവനും പാപവിമോചനവും ആശ്വാസവും സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിയും. എങ്ങനെ? കർത്താവായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിനെ ദൈവമായി അംഗീകരിച്ച് ഒരു ദൈവപൈതലായി ജീവിക്കുവാൻ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ, ഇതുവരെയും അങ്ങനെ ചെയ്യാത്തവർ അങ്ങനെ ചെയ്യുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ് അങ്ങ് ഈ ലോകത്തിൽ വന്ന് മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ, എൻ്റെ ഹൃദയത്തിൽ അങ്ങ് ദൈവമായി വാഴണമേ, എന്നെ ഒരു ദൈവപൈതലാക്കി തീർക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ദൈവം നിങ്ങളെ ദൈവപൈതലാക്കി തീർത്തുകൊണ്ട് സ്വർഗരാജ്യത്തിന് ഓഹരിക്കാരാക്കി തീർക്കുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. ആ ദൈവത്തിൻ്റെ പ്രസാദം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ പ്രസാദവും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.